ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ഇ.ഡി എന്ന് പറയുന്ന എക്സ്ട്രാ ഡീസൻറ്റ് സിനിമയെ കുറിച്ചിട്ടാണ്. സുരാജിൻ്റെ ആണ് പടം. ഈ ഒരു സിനിമ കാണാൻ പ്രധാനമായിട്ടും പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ട്രെയിലറിൽ സുരാജിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിനിമ കാണണം എന്നുള്ളൊരു രീതിക്ക് എത്തിയത്. കാരണം സുരാജ് ഇക്കഴിഞ്ഞ കാലയളവിൽ അത്രയും ചെയ്ത് വെച്ചതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രം. പിന്നൊരു ഫീൽ ഗുഡ് എലമെന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ അടിച്ചു. അപ്പോൾ ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സുരാജിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ കണ്ട് മനസ്സ് നിറച്ച് വരാം എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഈ ഒരു സിനിമയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഡയറക്ടറുടെ പേര് ഞാൻ മറന്നു, സുജിത്ത് എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് അങ്കിത് മേനോനാണ്. കിട്ടിലൻ പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഞാൻ പറയാം. പിന്നെ ടെക്നിക്കൽ സൈഡൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ ഗംഭീരമായിട്ട് ഷൂട്ടിംഗ് നടത്തി തകർത്ത് മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആകെ 3 ലൊക്കേഷനേ ഉള്ളൂ. ഒന്ന് സുരാജിന്റെ പഴയ വീട്, ഒന്നൊരു ഫ്ലാറ്റ്, ഒന്ന് ഹോസ്പിറ്റൽ, അത്രയേ ഉള്ളൂ. വേറെ ലൊക്കേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. സോ പടത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പടം ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കയറിയത് എന്നുള്ളത്. പടമൊക്കെ തുടങ്ങുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പടം തുടങ്ങിയ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഡാർക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം ഹൈ ലെവൽ ഡാർക്ക് പരിപാടി. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആ ഒരു പരിപാടി, അതായത് ഇതിൽ നായകൻ വില്ലൻ എന്നുള്ളതൊന്നുമല്ല, ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. അതായത് സുരാജ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് വളരെ ഭീകരമായിട്ടൊരു സംഭവമാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഞാൻ ആലോചിച്ചു, ഇത് ഇവർക്ക് തുറന്നു പറഞ്ഞ് ക്ലോസ് ചെയ്യാവുന്ന ചാപ്റ്ററേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിപ്പോൾ ഡയറക്ടറുടെ വ്യൂ പോയിന്റിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററുടെ വ്യൂ പോയിന്റിൽ അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി എന്നുള്ളത് മാത്രം. പക്ഷെ എന്നാലും ആ പെർഫോമൻസ് ഉണ്ടല്ലോ വേറെ ലെവലാണ്. പിന്നെ എടുത്ത് പറയാനുള്ളത് പെർഫോമൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസീഷ്യൻ അങ്കിത് മേനോൻ ആണ്. അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സുരാജ് ദ ബ്യൂട്ടി ഒക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിഭീകരമായിട്ടുള്ള ഡാർക്ക് ഹ്യൂമറാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഹ്യൂമറൊന്നും തോന്നിയൊന്നുമില്ല, ചിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആ ഒരു അവസ്ഥ കണ്ടിട്ട് നമുക്ക് ചിരിക്കാനൊന്നും പറ്റില്ല. ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേ അറ്റം അത്രയധികം ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുരാജിന്റെ അമ്മയുടെ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ള വിനയപ്രസാദ്, നമ്മുടെ പഴയ പടങ്ങളിലൊക്കെ ഉണ്ട് ആ ഒരു ലേഡി. ഈ അടുത്ത കാലഘട്ടത്തിലൊന്നും അങ്ങനെ മലയാള സിനിമയ്ക്കകത്ത് ഇല്ല. പിന്നെ അതുപോലെ തന്നെ സുധീർ കരവനയുടെ ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. അത്തരം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിക്കാൻ എൻ്റെ ഭഗവാൻ ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഗുണ്ടാച്ചേട്ടൻ്റെ പേരെന്തായിരുന്നു, അതിൻ്റെ മറന്നുപോയി. ആളുടെ പെർഫോമൻസും വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഗ്രേസ് ആന്റണിയുടെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. ആളുടെ ഹസ്ബൻഡായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് നല്ല രസമാണ്, അതൊക്കെ കണ്ടു വെക്കുക. സഞ്ജു എന്ന് പറയുന്ന ക്യാരക്ടർ അത് നന്നായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബാക്കി ഞാൻ പറയാൻ തുടങ്ങിക്കാൻ എങ്ങനെ പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഒന്നുമില്ല, ഈ ഒരു 3-4 ലൊക്കേഷൻ വെച്ചിട്ട് സുരാജിന്റെ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോവുകയാണ് 2 മണിക്കൂർ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ അധികം ഗംഭീരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എസ്പെഷ്യലി സുരാജിന്റെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിനയപ്രസാദ് എന്ന് പറഞ്ഞ ആളുടെ അമ്മയുടെ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ലേഡി. സുധീർ കരവന ഒരു രക്ഷയില്ല. ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിരി വരും. അവസാനത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എൻ്റെ പൊന്നെ അങ്ങേ അറ്റം ഫീൽ ഗുഡ് എന്നൊക്കെ വിചാരിച്ച് പോയ മക്കൾ നിങ്ങൾ തേഞ്ഞൊട്ടും. അങ്ങനത്തെ ഒരു മൊമെന്റിലാണ് പടം നിർത്തുന്നതൊക്കെ. ഞാൻ അയ്യോ ഒരു രക്ഷയില്ല. അത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രിസ്മസിൽ ഇറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ പടങ്ങളും പൊളി സാധനങ്ങളാണ്. വിടുതലായി കണ്ടു, അതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇ.ഡി കണ്ടു, അത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. മാർക്കോ ദ മോസ്റ്റ് വയലന്റ് സിനിമ എന്നുള്ളതൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്ന ഒരു സംഭവം. എന്നെ സംബന്ധിച്ചും അത് അംഗീകരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായില്. ഇനി അടുത്തത് ഇറങ്ങാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ബറോസ്, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആ ഒരു സിനിമ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് എന്തായാലും കണ്ടിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. മുഫാസ ഇപ്പൊ കാണാൻ പോകുന്നുണ്ട്, എന്തായാലും തകർക്കും. അതായത് ഈ 2024 പോലെ മലയാളം സിനിമയ്ക്കൊരു വർഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ടൊവിനോ പറഞ്ഞ പോലെ തന്നെ 800 കോടി പടങ്ങളിൽ 5 ഈ കൊല്ലാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയധികം നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പടങ്ങൾ ഇത്രയധികം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള, അതും
എല്ലാവരുടെയും ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വർഷം എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ദുൽഖർ സൽമാൻ വന്നു, എല്ലാവരും വന്ന് അടിച്ചു പൊളിച്ച് തൂഫാനാക്കി പോയിട്ടുണ്ട്. സോ എന്തായാലും ഈ ഒരു സിനിമ എക്സ്ട്രാ ഡീസന്റ് എന്ന് പറയുന്ന സിനിമ, ഈ എക്സ്ട്രാ ഡീസന്റ് എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കും. സോ എന്തായാലും അത് നിങ്ങൾ കണ്ടിട്ട് തന്നെ തീരുമാനിക്കുക, എക്സ്ട്രാ ഡീസൻ്റ് ആണോ എക്സ്ട്രാ ഡേഞ്ചറസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടിട്ട് തന്നെ തീരുമാനിക്കുക. എന്തായാലും പടം കാണാൻ ആഗ്രഹിക്കുന്നവർ ഇതിപ്പോൾ വലിയൊരു ഗംഭീരമായിട്ടുള്ള 4K ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ കാണണമെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കണ്ടാലും മതി. പക്ഷേ സ്കോർ ഉണ്ടല്ലോ, സ്കോർ ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈക്കോ പരിപാടികളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സിമിലർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു പരിപാടി അങ്കിത് മേനോൻ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ, എന്നാലും സുരാജിന്റെ പെർഫോമൻസ് അഴിഞ്ഞാട്ട് അങ്ങനെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു അതൊക്കെ. പാർട്ടിയുടെ സമയത്ത് ഒരു സംഭവം വരുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. മുഖഭാവമൊക്കെ വരുന്ന ഒരു സാധനങ്ങളുണ്ടല്ലോ, എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല, പൊളി സാധനം. എന്തായാലും നമുക്ക് നല്ല രീതിക്ക് കണ്ട് എൻജോയ് ചെയ്ത് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എക്സ്ട്രാ ഡീസൻ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.